ധുരന്ധർ ദ റിവെഞ്ച് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇറങ്ങിയ ധുരന്ധറിന്റെ ഡയറക്ട് സീക്വൽ ആണ് ഈ സിനിമ. ആദിത്യ ധർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ്, മാധവൻ, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത്, സാറ അർജുൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ ഹിന്ദി സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹംസ അലിയുടെ പ്രതികാരമാണ് ഈ രണ്ടാം ഭാഗത്തിൽ പ്രധാനമായിട്ടും വിഷയമാകുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് പാർട്ടിനേക്കാളും ഈ സെക്കൻഡ് പാർട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ഇതിന് കുറച്ചുകൂടെ ഒരു വൈബ് ഉണ്ടായിരുന്നു, ഒരു എനർജി ലെവല് കൂടിയതുപോലെ, അതുപോലെ ആക്ഷൻ സീക്വൻസുകളെ കുറച്ച് കൂടിയതുപോലെ തോന്നി. അതുപോലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി, അല്ലെങ്കിൽ എവറിത്തിങ് മേക്സ് സെൻസ് എന്നൊക്കെ തോന്നിപ്പിച്ച ഒരു എപ്പിസോഡാണിത്. ഫസ്റ്റിലെ പോലെ തന്നെ ഫിക്ഷനൊപ്പം യഥാർത്ഥ സംഭവങ്ങളെ കൃത്യമായിട്ട് തിരക്കഥയിൽ ബ്ലെൻഡ് ചെയ്ത് അത് കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റിയതാണ് ഇതിന്റെ വിജയം എന്ന് പറയാം. 4 മണിക്കൂർ എടുത്ത് ലെങ്ത് ഉണ്ടെങ്കിലും ഒട്ടും ബോറടിപ്പിക്കാതെ എൻഗേജിംഗ് ആയിട്ടാണ് ഇത് പോകുന്നത്. നല്ല പെർഫോമൻസുകൾ, അന്യായ മാസ് രംഗങ്ങൾ, കിടു ആക്ഷൻ, നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. ഈ ബോളിവുഡിൽ സ്പൈ ത്രില്ലർ അല്ലെങ്കിൽ സ്പൈ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കുറെ സൂപ്പർ സ്റ്റാറുകളുടെ തട്ടിക്കൂട്ട് ടെംപ്ലേറ്റ് സ്ക്രിപ്റ്റ്, അങ്ങനത്തെ കുറച്ച് പടക്കം പടങ്ങൾ, അടി വെടി, ഒരു ലവ് ട്രാക്ക്, ഡാൻസ്, പാട്ട്, ചുമ്മാ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഗ്ലാമറസ് നായികമാർ, ഇങ്ങനെയുള്ള ഒരു ഫോർമുല പടങ്ങളൊക്കെ എടുത്ത് തോട്ടിലിടാൻ തോന്നും ഈ സിനിമ കാണുമ്പോൾ. എന്തൊക്കെ പറഞ്ഞാലും ഈ പടത്തിന്റെ മേക്കിംഗ് ഭയങ്കര റിയലിസ്റ്റിക്കും എന്നാൽ കറക്റ്റ് ആയിട്ട് സിനിമാറ്റിക് എലമെന്റ്സ് അതിൽ മിക്സ് ചെയ്തതുമാണ്. സോ ഇത് ശരിക്കും സ്പൈ ത്രില്ലർ സിനിമകളെ റീഡിഫൈൻ ചെയ്ത ഒരു പടമാണെന്ന് പറയാം. ബോളിവുഡിന് ഇനിയും ഒരു അംഗം ബാക്കിയുണ്ട് എന്ന് തെളിയിച്ച ഒരു സിനിമ. ഇതിന്റെ ക്ലൈമാക്സ് അതിന്റെ പീക്കിലെത്തിയാണ് തീരുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ പടം തീർന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എണീറ്റ് പോകരുത്. എൻഡ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്, കുറെ കാര്യങ്ങൾ അതിലുണ്ട്, മിസ് ചെയ്യരുത്. പല കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ മേക്കിംഗ് സെൻസ് എന്ന് പറയാവുന്ന കുറെ സംഭവങ്ങൾ അപ്പോൾ കാണിക്കുന്നുണ്ട്. പെർഫോമൻസ് കഴിഞ്ഞ പാട്ടിലെ പോലെയല്ല, ഇത്തവണ രൺവീർ സിംഗ് തന്നെയാണ് തകർത്തതെന്ന് പറയാം. പുള്ളി തന്നെയാണ് ഇതിന്റെ ഷോ സ്റ്റീലർ. പുള്ളിയുടെ ആ ഒരു പഴയ കാലം കാണിക്കുമ്പോഴുള്ള ഒരു ഫൈറ്റ് തന്നെ കിടുവായിരുന്നു. പിന്നെ ഇൻട്രോ നൽകിയ ഒരു ഇമ്പാക്ട് തീരുന്നത് വരെ നിലനിർത്താനായി എന്നുള്ളതാണ് വേറൊരു പോസിറ്റീവ്. പുള്ളിയുടെ ആ ഒരു ഫിസിക്കൽ അപ്പീലൊക്കെ കൊണ്ട് ആ ക്യാരക്ടർ ക്യാരി ചെയ്തിരിക്കുന്ന വിധവും അന്യായമാണ്. പിന്നെ മാസ്, ഫൈറ്റ്, സ്വാഗും ഒക്കെ കിടുവായിട്ടുണ്ടായിരുന്നു. ഇമോഷണൽ പോർഷൻസും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പടത്തിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാധവന്റെ ക്യാരക്ടറാണ്. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും പുള്ളിയുടെ കഥാപാത്രം നല്ല ഇമ്പാക്ട് നൽകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ അത്ര എഫക്റ്റീവ് ആയില്ലെങ്കിലും സഞ്ജയത്തിന്റെ ആ ഒരു പ്രസൻസ് പടത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. അർജുൻ രാംപാലാണ് മെയിൻ വില്ലൻ എന്ന് പറയാം. ഓക്കെ എന്നേ ഞാൻ പറയത്തുള്ളൂ. അക്ഷയ് ഖന്ന കഴിഞ്ഞ പാട്ടിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു ഓളം അർജുന് നൽകാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ഗുഡ്. രാകേഷ് ബേഡി ചെയ്ത നായികയുടെ അച്ഛൻ, ആ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ജമീൽ ജമാലിയാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട വേറൊരു ക്യാരക്ടർ. സുശാന്ത് ആയിട്ട് വന്ന മാനവ് ഗോഹിൽ, അതുപോലെ മുഹമ്മദ് ആലമായിട്ട് വന്ന ഗൗരവ് ഗേറ, നായികയായിട്ട് വന്ന സാറ അർജുൻ എന്നിവരും കൊള്ളാം. ടെക്നിക്കലി പടം ഇത്തവണയും ഗംഭീരമാണ്. ക്യാമറ, എഡിറ്റിംഗ്, കളർ ടോൺ ഒക്കെ നൈസാണ്. വികാസ് നവലഖയാണ് ക്യാമറ, ശിവകുമാർ പണിക്കറാണ് എഡിറ്റിംഗ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ സൗണ്ട് ഡിസൈനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആണെന്ന് പറയാം. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ കൊണ്ട് നിങ്ങൾ കാണുക. അറ്റ്മോസിലൊക്കെ കാണുകയാണെങ്കിൽ കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ശാശ്വത് സച്ദേവ് ആണ് ഇതിന്റെ മ്യൂസിക്. പുതിയ പാട്ടുകളെക്കാൾ എനിക്ക് ഈ പടത്തിൽ പഴയ പാട്ടുകൾ ഉൾപ്പെടുത്തിയതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ നിങ്ങളൊരു 80s അല്ലെങ്കിൽ 90s കിഡ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രത്യേക വൈബ്, ഒരു നൊസ്റ്റാൾജിക് വൈബ് ഇതിൽ ഉൾപ്പെടുത്തിയ പാട്ടുകൾ കൊണ്ട് ലഭിക്കുമെന്ന് പറയാം. സഞ്ജയത്തിന്റെ തന്നെ തനേദാർ എന്ന് പറയുന്ന പടത്തിലെ ടമ്മാട്ടമ്മ ലോകെ എന്നുള്ള പാട്ട്, അതുപോലെ ത്രിദേവിലെ തിർച്ചി ടോപ്പി വാലെ, ഇതൊക്കെ ഭയങ്കര ഓളമായിരുന്നു തീർച്ചയായിട്ടും. അതുപോലെ എടുത്തു പറയേണ്ടത് ദീദി സോങ് ഉണ്ട്, പഴയ ആൽബം സോങ്. ഇതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതിനെ കിടുവാണ്. ഫസ്റ്റ് പാർട്ടിന്റെ അതേ ക്രൂ തന്നെയാണ് ഈ പടത്തിലുള്ളത്. ഫസ്റ്റ് പാർട്ടിന്റെ ഒപ്പം തന്നെ ഷൂട്ട് ചെയ്ത സിനിമയുമാണ്. സോ എക്സ്ട്രാ ഒരു ബജറ്റ് അല്ലെങ്കിൽ വലുതായിട്ട് ഈ സെക്കൻഡ് പാർട്ടിന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിന് എത്ര കളക്ട് ചെയ്താലും ബോണസ് തന്നെയാണ് അവർക്ക്. നെഗറ്റീവ്സ് പറയുമ്പോൾ പടത്തിന്റെ ലെങ്ത് ചെറിയൊരു പ്രശ്നമാണെന്ന് പറയാം. എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്, എനിക്ക് ബോറടിച്ചൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ ലെങ്ത് കുറച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയനെന്ന് തോന്നി. പിന്നെ പൊളിറ്റിക്കലി പടത്തിൽ കുറച്ച് വെളുപ്പിക്കലും വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഓവറായിട്ട് അത് മുഴച്ചു നിൽക്കാതെ അവർക്ക് വിദഗ്ധമായിട്ട് ഇതിൽ ഒളിപ്പിച്ച് ഉൾപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് നമ്മൾ അതേപ്പറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ ബോധേഡ് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സ്റ്റിൽ ഇതിൽ കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു സ്പൈ ആക്ഷൻ ത്രില്ലർ ആണ് ധുരന്ധർ ദ റിവെഞ്ച്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പേഴ്സണലി എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു ഭാഗമാണ് ഇഷ്ടപ്പെട്ടത്. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. നല്ല പിക്ചർ ആൻഡ് സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഞാനിത് ഞങ്ങളുടെ നാട്ടിൽ പുതിയ മൾട്ടിപ്ലക്സ് മാജിക് ഫ്രെയിംസ്
സിനിമാസിന്റെ കറുകച്ചാലിലെ പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യത്തെ ഷോ അല്ലെങ്കിൽ ഉദ്ഘാടന ചിത്രമായിരുന്നു. അങ്ങനെ ഇന്ന് വൈകിട്ട് 5:30ക്കാണ് പടം കണ്ടത്. 5:30 പറഞ്ഞിട്ട് ശരിക്കും 6:15 പടം തുടങ്ങിയപ്പോൾ. എല്ലായിടത്തും ഡിലേ ആയി എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും നല്ല കിടു എക്സ്പീരിയൻസ് ആയിരുന്നു. 3 മണിക്കൂർ 49 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. ഇതിലെ ബ്രൂട്ടൽ വയലന്റ് രംഗങ്ങളൊക്കെ കൊണ്ട് പടം സ്ട്രിക്ട്ലി 18+ ആണെന്ന് പറയാം. അത് ഓർക്കുക. ഞാൻ കണ്ട തിയേറ്ററിലെ ആൾക്കാർ ഫാമിലി ആയിട്ട് കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർ നല്ല കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലും ഇല്ലായിരുന്നു. എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷെ ബാക്കി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് തിയേറ്ററിൽ കുറച്ച് ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.